നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഗൗതമും പ്രണവും കൂട്ടുകാരെ പോലെയല്ലേ ഇവിടെ കഴിഞ്ഞിരുന്നത്? ഗോപിയേട്ടൻ കമ്പനിക്കാരുമായിട്ട് പുറത്തു പോയാൽ പോലും കൂടിപ്പോയാൽ ഒരാഴ്ച അതിലധികം ഈ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടോ? ഇപ്പോഴാണെങ്കി ആ ഏട്ടൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണോന്ന് പോലുമില്ല. ഒരു ദുശീലവും ഇല്ലാതിരുന്ന പ്രണവിനെ അവന്റെ ഏട്ടനിൽ നിന്നും അവൾ അകറ്റിയെടുത്തു. പ്രണവ് കള്ളുകൂടി തുടങ്ങി. ഒടുവിൽ ദേ അവൻ വീട് വിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. സത്യമല്ലേ ഏട്ടത്തെ ഞാൻ പറഞ്ഞത്? എവിടെ തൊട്ടാ ഈ കുടുംബത്തിന്റെ ഐശ്വര്യവും സമാധാനവും സന്തോഷവും എല്ലാം നശിക്കാൻ തുടങ്ങിയത്? എന്ന് ഗൗതം നിധിയുടെ കഴുത്തിൽ താലി കെട്ടിയോ അന്ന് തൊട്ട് ഈ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് തിരികൊളുത്തി. എല്ലാ പഴിയും നീ നിധിയുടെ തലയെ കൊണ്ടുവച്ച് കെട്ടണ്ട. ഇവിടെയുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താണെന്ന് സൂര്യമംഗലം തിരുമേനി കണ്ടുപിടിച്ചു. എന്ത് കാരണം? നമ്മുടെ കുടുംബ ജോത്സനായിരുന്നല്ലോ ഗൗതമന്റെ ജാതകം എഴുതിയത്. ആ ജാതകത്തിൽ ജോത്സൻ എഴുതാൻ വിട്ടുപോയ ഒരു യോഗം ഉണ്ടായിരുന്നു ഗൗതമിന്. 30 വർഷവും 7 മാസവും 9 ദിവസവും കഴിഞ്ഞ ഗൗതമിന് അഘോര യോഗമായിരുന്നു. അഘോര യോഗോ? ആ, ദേ വെറുതെ ഓരോന്ന് വിളിച്ച് പറയല്ലേ ഏട്ടത്തി. അയ്യോ വസു, വെറുതെ പറഞ്ഞതല്ല. സൂര്യമംഗലം ഇളയതിന് അങ്ങനെ പിഴയ്ക്കാറൊന്നുമില്ല. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ആ കാലം കഴിഞ്ഞപ്പോഴാ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. പക്ഷെ വേണ്ട കർമ്മവും പൂജയും ഒക്കെ നടത്തി അഘോര യോഗത്തിനെ മറികടക്കാനുള്ള വഴി സൂര്യമംഗലം തിരുമേനി തന്നെ ഉണ്ടാക്കി കൊടുത്തു. നിനക്കൊരു കാര്യം അറിയോ? ഗൗതമിന്റെ സമയദോഷമൊക്കെ മാറിയതുകൊണ്ട് ഇനി അവനെ തൊടാൻ പോലും പറ്റില്ലെന്നാ തിരുമേനി പറഞ്ഞേക്കുന്നത്. പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടി തിരുമേനി പറഞ്ഞു. ഒട്ടും വൈകാതെ ഗൗതമിന് നിധിക്കും ഒരു കുഞ്ഞു പിറക്കൂന്ന്. ഒരാൺകുഞ്ഞ്. ആ കുഞ്ഞു പിറന്നു കഴിഞ്ഞ നിധിക്ക് പിന്നെ രാജയോഗം ആയിരിക്കുമെന്നാ തിരുമേനി പറയുന്നത്. പിന്നെ അവള് തൊട്ടതെല്ലാം പൊന്നാകൂന്ന്. ആ, ഒരാൾക്കും നിധിയെ തോൽപ്പിക്കാൻ പോലും പറ്റില്ലാത്ര. ഗൗതമിന് ആപത്ത് മാറുന്നതിലും വലിയ സന്തോഷം ഏട്ടത്തിക്ക് നിധിക്ക് രാജയോഗം ഉണ്ടാവുന്നതിലാണല്ലോ. ഇപ്പോഴും അവൾക്ക് രാജയോഗം തന്നെയാ. അടിമയെ പോലെ എന്തിനും കൂടെ ഏട്ടത്തി ഉണ്ടല്ലോ അവൾക്ക്. ഇനി ദൈവാനുഗ്രഹം കൂടി കിട്ടിക്കഴിഞ്ഞാ ആദ്യം അവള് ചവിട്ടി പുറത്താക്കുന്നത് ഏട്ടത്തിയെ ആയിരിക്കും. അവര് വന്നു തോന്നുന്നു. ഒരു നല്ല വഴിക്ക് പോയിട്ട് വരുന്നതാ. നീ കൂടെ വാ വസു. ആരതിയൊക്കെ ഒഴിഞ്ഞ് സ്വീകരിക്കാനുള്ള സെറ്റപ്പാണെന്ന് തോന്നല്ലോ. അങ്ങനെയാണല്ലോ വേണ്ടത്. എല്ലാ ദോഷവും മാറി നിങ്ങൾ തിരിച്ചു വന്നിരിക്കല്ലേ. പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ ഒരുപാടുണ്ടായി. എങ്കിലും പൂജയും വഴിപാടും ഒക്കെ ഭംഗിയായി നടത്താൻ പറ്റി. അങ്ങോട്ട് പോയപ്പോ ഉണ്ടായ തടസ്സങ്ങളൊന്നും ഇങ്ങോട്ട് പോരുമ്പോ ഉണ്ടായിരുന്നില്ലല്ലോ. അത് സത്യമാ. സൂര്യമംഗലത്തേക്ക് പോകുന്ന വഴി എന്തൊക്കെ തടസ്സങ്ങളായിരുന്നു. ആദ്യം വണ്ടി കേടായി, പിന്നെ വണ്ടി മാറി. ദേ ഇപ്പൊ തിരിച്ചു വരുന്ന വഴിയാ എന്റെ കാർ എടുക്കാൻ പറ്റിയത്. എല്ലാം മംഗളമായി തന്നെ അവസാനിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ മാത്രം എനിക്കൊരു സമാധാനമായത്. തടസ്സങ്ങൾ ഉണ്ടാകുമെന്നും പൂജ മുടങ്ങാൻ സാധ്യതയുണ്ടെന്നും നമ്മുടെ കുടുംബജോത്സരും പറഞ്ഞിരുന്നു. ലോകത്തുള്ള സർവ്വ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു ഒരു കുഴപ്പവും വരുത്തല്ലേന്ന്. ആ പ്രാർത്ഥനയുടെ ഫലം ഞങ്ങൾക്ക് കിട്ടി. പല ആപത്തുകളിൽ നിന്നും തലനാരിഴയ്ക്കാൻ ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഭഗവാനെ, ഇനി ഒരു കുഴപ്പവും വരില്ലെന്നാ സൂര്യമംഗലത്തെ തിരുമേനി പറഞ്ഞത്. ഇനി അങ്ങോട്ട് നല്ല കാലം ആയിരിക്കുന്നു മാത്രമല്ല, ഒപ്പം നിൽക്കുന്നതായി അഭിനയിക്കുന്ന ചില ദുഷ്ടശക്തികൾക്ക് പോലും ഇനി തിരിച്ചടികളുടെ കാലമായിരിക്കുമെന്ന ഫലത്തിൽ കണ്ടത്. എടാ, പ്രണവിന്റെ കാര്യം എന്തെങ്കിലും സൂര്യമംഗലം തിരുമേനി പറഞ്ഞോ? ഞാനായിട്ട് തന്നെ അതങ്ങോട്ട് ചോദിച്ചു.
സ്വമനസാലെ പ്രണവ് ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു വരുമെന്നാ തിരുമേനി പറഞ്ഞത്. ദൈവമേ, അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു. ഉള്ള കാര്യങ്ങൾ മുഴുവൻ ഇവിടെ വെച്ച് സംസാരിച്ച് തീർക്കാനാണോ തീരുമാനം? എങ്കിൽ നിങ്ങൾ പരസ്പരം പുകഴ്ത്തി ഇവിടെ നിൽക്ക്. എനിക്ക് വേറെ പണിയുണ്ട്. അയ്യോ വസു, നീ ഈ കർപ്പൂരം ഒന്ന് കത്തിച്ചേ. ഒന്ന് കത്തിക്ക് വസു. ഞാനൊന്ന് ആരതി ഒഴിഞ്ഞ് ഇവരകത്തേക്ക് കയറ്റട്ടെ.